അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം DNA പരിശോധനയ്ക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ്. ഇന്നലെ ആണ് ഈ ഒരു സമയത്താണ് അപകടം സംഭവിക്കുന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ ബന്ധുക്കൾക്ക് ഈ ഒരു DNA പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം വിട്ടു നൽകുന്ന ആ ഒരു നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ശരത് ലാലാണ് നമുക്കൊപ്പം ചേരുന്നത്. ശരത് ലാൽ, തങ്ങളുടെ ഉറ്റവരെ തേടി എത്രമാത്രം ആളുകളാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്? മൃതദേഹം വിട്ടു നൽകുന്ന നടപടി ഏത് രീതിയിലാണ് അവിടെ പുരോഗമിക്കുന്നത്? സ്വാതി, ഇപ്പോഴാണ് മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതുവരെ 5 മൃതദേഹങ്ങൾ വിട്ടു നൽകിക്കൊണ്ട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ 12 മൃതദേഹങ്ങൾ വിട്ടുകിടാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന കാര്യങ്ങളുടെ ഇപ്പോൾ നമുക്ക് അവിടെയാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണാം. അതാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്ന മുറി. നേരത്തെ കോവിഡിന്റെ സ്പെഷ്യൽ ആശുപത്രിയായിരുന്നു. പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്താണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടത്തിക്കഴിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്കനുസരിച്ച് വിട്ടുകൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ബന്ധുക്കളെ പ്രത്യേകം വിളിച്ചു വരുത്തി അവരൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. 6ാമത്തെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏതായാലും ഈ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം വളരെ വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഏതായാലും ഒരു കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടി വരും. കാരണം മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ DNA ടെസ്റ്റ് ഇതുവരെ മാച്ച് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കാനും ഗുജറാത്ത് സർക്കാർ തീരുമാനിച്ചില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ അഞ്ജലി വിജയ് പ്രൈം മിനിസ്റ്ററുമായിട്ട് എയർപോർട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. DNA ടെസ്റ്റുകൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി അവരെ ആശ്വസിപ്പിച്ചു എന്നറിയുന്നു. ഏതായാലും ഇന്നലെ നടത്തിയ DNA മാച്ചുകളൊന്നും മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ DNAയുമായി ചേർന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നേരത്തെയുള്ള DNA മാച്ച് ചെയ്ത മൃതശരീരം വിട്ടുകിടാൻ വൈകിയത്. സ്വാതി.